നമുക്ക് ഇന്ന് നോക്കേണ്ടത് നമുക്ക് AnyDesk എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ഇത് നമുക്ക് ബേസിക്കലി നമ്മളെ റിമോട്ട്ലി ആർക്കെങ്കിലും കയറി ഹെൽപ്പ് ചെയ്യാൻ, അതായത് ദൂരെയുള്ള ഒരാൾക്ക് നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിട്ട് നമ്മുടെ സ്ക്രീൻ കാണുകയും അതുപോലെ തന്നെ അതിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനോ സഹായിക്കാനോ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണ് AnyDesk എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് പരിചയമുള്ളവർക്ക് മാത്രമേ ഇതിൽ ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. കാര്യം നമ്മുടെ സ്ക്രീൻ അതുപോലെ തന്നെ കാണാൻ പറ്റും, നമ്മുടെ സ്ക്രീനിലെ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാനും പറ്റും നമ്മുടെ സ്ക്രീനിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നവർക്ക് മാത്രമേ ഇതിൽ ആക്സസ് കൊടുക്കാവുള്ളൂ. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആക്കുകയും ചെയ്യണം. അത് കൃത്യമായിട്ട് ഇത് രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും കൂടെ പറയുകയാണ്, ഇത് നമ്മളുടെ സ്ക്രീൻ അതുപോലെ തന്നെ കാണാൻ പറ്റുന്നൊരു സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൈമാറാൻ പാടുള്ളൂ. അപ്പം ആദ്യമായി നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് AnyDesk എന്നാണ്. അപ്പോൾ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവിടെ ആദ്യത്തെ റിസൾട്ട്സ് തന്നെ AnyDeskുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതിൽ നമ്മൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസ് സെലക്ട് ചെയ്യുക, അഥവാ മറ്റ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതുപോലെ യൂസ് ചെയ്യുക. നമ്മൾ ഇവിടെ വിൻഡോസിൻ്റെ കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ നേരെ ഡൗൺലോഡ് വിൻഡോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ഡൗൺലോഡ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ ഈ ഫയൽ ഡൗൺലോഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയുള്ള ഈ AnyDesk എന്ന് പറയുന്ന സൊല്യൂഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ റൺ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് ആക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ AnyDesk എന്നുള്ളതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനൊരു സൊല്യൂഷൻ ഓപ്പൺ ആയി വരും. AnyDesk എന്ന് പറയുന്നത് ഇത് ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള മെഷീനിലാണ് വർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ സ്ക്രീനിൽ കാണാം, ഇവിടെ ഇൻസ്റ്റാൾ AnyDesk ഓൺ ദിസ് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് എപ്പോഴും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഈ മെഷീനിൽ AnyDesk ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ്സ് വേണ്ട ആപ്പാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പോപ്പപ്പ് സ്ക്രീൻ വരും. അവിടെ നമ്മൾ യെസ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ AnyDesk ഇൻസ്റ്റാൾഡ് ആയി വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ നമുക്ക് ഒരു സ്ക്രീനും വരും. ഇവിടെ AnyDesk പ്രിൻറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ വരും. അത് നമുക്ക് റിമോട്ട്ലി പ്രിൻ്റ് ചെയ്യാനുള്ളൊരു ഹെൽപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ AnyDesk എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് ന്യൂ സെഷൻ എന്ന് പറയുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. ഈ സൊല്യൂഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കുള്ള ഉപകാരം, നമുക്ക് നമ്മളുടെ സിസ്റ്റം വേറൊരാൾക്ക് ആക്സസ് ചെയ്യാൻ കൊടുക്കാനും അതുപോലെ തന്നെ വേറൊരാളെ സഹായിക്കാൻ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഈ യുവർ അഡ്രസ് എന്ന് കാണുന്ന ഡേറ്റ അവർക്ക് വേറെ ആയിരിക്കും. അപ്പം അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്ക് വേറൊരു സിസ്റ്റത്തിൽ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരേണ്ടത്. അപ്പോൾ നമ്മൾ ആ റിക്വയർമെൻ്റ് ഉള്ള ആൾക്ക് നമ്മളുടെ ഈ കോഡ് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ കാണുന്നത് 871602216. ഈ നമ്പറാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമുക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ളതോ ആയ ആൾക്കാർക്ക് മാത്രമേ ഈ ഡേറ്റ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആ നമ്പർ ഇപ്പോൾ വേറെ റിമോട്ട്ലി ഒരു യൂസറിന് കൊടുത്തു. അപ്പോൾ ഇവിടെ അവർ കണക്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു വരും. ഇവിടെ നമ്മളുടെ ആരാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസും മറ്റും വരും. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ഈ സ്ക്രീൻ നമുക്ക്
ഇത് കഴിഞ്ഞിട്ട് ഇത് മൈനസ് ആക്കിയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സമയം തന്നെ ഇപ്പോൾ ഈ മെഷീൻ റിമോട്ട്ലി കയറുന്ന മെഷീനിൽ നിന്നാണ് ഈ പേജുകൾ ആക്സസ് ചെയ്യുന്നത്. നമ്മളുടെ ഈ പേജിലെ ഓപ്പറേഷൻസ് ഇപ്പോൾ ചെയ്യുന്ന റിമോട്ട്ലി ഉള്ള ഡിവൈസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ്, നമ്മുടെ ഡിവൈസിൽ നിന്നല്ല. അതുപോലെ തന്നെ യൂസ് കഴിയുമ്പോൾ ഇവിടെ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൽ യൂസ് ചെയ്യേണ്ട കാര്യം. ഇവിടെ നമ്മൾ പിന്നീട് വേണമെങ്കിൽ നമുക്ക് സെഷൻ തീരുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഡിസ്കണക്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്കേ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡിസ്കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ സിസ്റ്റത്തിൽ കയറിയിരിക്കുന്ന ആൾ ഇവിടെ നിന്ന് ഔട്ടാവും. പിന്നെ അവർക്ക് നമ്മുടെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കോഡ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വീണ്ടും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ AnyDesk യൂസ് ചെയ്യേണ്ട ഒരു രീതി. ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ വേറൊരാളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറൊരു ആളുടെ കോഡാണിത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് എൻ്റർ കൊടുക്കും. അപ്പോൾ ഇവിടെ കണക്ഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻ വരും. അപ്പം റിമോട്ട്ലി ഉള്ള ആൾക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റിമോട്ട്ലി ഉള്ള മെഷീൻ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ വേറൊരു മെഷീനിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മെഷീൻ്റെ സ്ക്രീനാണ് ഈ കാണുന്നത്. ഇവിടെയും ആ റിമോട്ട്ലി ഉള്ള ആൾക്ക് ഈ പറയുന്ന ഡിസ്കണക്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കണക്റ്റ് ആകും. അപ്പം റിമോട്ട്ലി ഉള്ള ആൾ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രീനിൽ വരും. ഇങ്ങനെയാണ് AnyDesk എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുകയും യൂസ് ചെയ്യേണ്ടത്. ഒന്നും കൂടെ പറയുകയാണ്, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളതോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഡിസ്കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.